നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഉഷാ ടാക്കീസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പഞ്ചാബിലെ ഒരു പ്രധാനപ്പെട്ട ഗുരുദ്വാരയുടെ മുമ്പിലാണ്. കട്ടാന സാഹിബ് ഗുരുദ്വാര എന്നാണ് ഇതിൻ്റെ പേര്. 15-ാം നൂറ്റാണ്ടിൽ ഗുരുനാനാക്കാണ് സിഖ് മതം സ്ഥാപിക്കുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 10 ആത്മീയ ഗുരുക്കന്മാരുണ്ടായിരുന്നു അവർക്ക്. അതിലെ ഏറ്റവും അവസാനത്തെ ആളായിരുന്നു ഗുരു ഗോവിന്ദ് സിംഗ്. അദ്ദേഹമാണ് ഈ മുഗൾ സാമ്രാജ്യത്തോട് പടപൊരുതിയതിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആൾ. അദ്ദേഹമാണ് പ്രഖ്യാപിച്ചത്, ഇനി അങ്ങോട്ട് നമുക്ക് ഗുരുക്കന്മാരില്ല, വിശുദ്ധ ഗ്രന്ഥമാണ് നമ്മുടെ ആത്മീയ ഗുരു. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഈ സിഖ് മത വിശ്വാസികൾ എല്ലാവരും തന്നെ ഈ ഗുരുദ്വാരകൾ നിർമ്മിച്ച് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അവരുടെ ഗുരുവായിട്ട്, അവരുടെ ദൈവമായിട്ട് ആരാധിച്ചു പോന്നിരുന്നു. ഇതാണ് സിഖ് മതത്തിൻ്റെയും ഗുരുദ്വാരകളുടെയും ഒരു ചരിത്രം. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഗുരുദ്വാരയാണ് കട്ടാന സാഹിബ് ഗുരുദ്വാര. ഈ ഗുരുദ്വാരയുടെ കാഴ്ചകൾ നമുക്ക് കാണാം. ഈ കട്ടാന സാഹിബ് ഗുരുദ്വാര എന്നത് പഞ്ചാബിലെ ലുധിയാന ജില്ലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ചരിത്ര ഗുരുദ്വാരയാണ്. ഇത് കട്ടാന എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളൊരു ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിർബന്ധമായും പാലിക്കേണ്ടുന്ന ചില നിയമങ്ങളുണ്ട്. ആദ്യമായി ചെരുപ്പ് പുറത്തു സൂക്ഷിക്കണം. അതേപോലെ പുരുഷന്മാരും സ്ത്രീകളും റുമാൽ അഥവാ സ്കാർഫ് ഉപയോഗിച്ച് തല മൂടേണ്ടത് നിർബന്ധമാണ്. അതേപോലെ കാല് കഴുകി മാത്രമേ നമുക്ക് ഗുരുദ്വാരയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ. കാല് കഴുകാനുള്ള ചെറിയ വെള്ളച്ചാൽ എല്ലാ ഗുരുദ്വാരകളിലും ഉണ്ടായിരിക്കും. ഈ കാണുന്നതാണ് ഗുരുദ്വാരയ്ക്കുള്ളിലെ വിശുദ്ധമായ ഗ്രന്ഥം. ഇതിനെ ഇവർ ഗുരു ഗ്രന്ഥ സാഹിബ് എന്നാണ് വിളിക്കുന്നത്. ഈ ഗുരു ഗ്രന്ഥ സാഹിബിന് മുന്നിൽ ഇവരുടെ ഒരു ആത്മീയ ആചാര്യൻ എപ്പോഴും ഇങ്ങനെ വിശറി പോലെ വീശിക്കൊണ്ടിരിക്കും. ഇതിനെ അവർ ചൗർ എന്നാണ് വിളിക്കുന്നത്. ഈ ആത്മീയ ഗ്രന്ഥത്തിന് മുന്നിലാണ്, ഈ ഗുരുദ്വാരയ്ക്കുള്ളിൽ ഈ ആത്മീയ ഗ്രന്ഥത്തിന് മുന്നിലാണ് ഈ ഭക്തർ വന്നിട്ട്, സിഖ് മത വിശ്വാസികൾ വന്നിട്ട് പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ഇവരെല്ലാവരും നിലത്തിരുന്നിട്ട് പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിക്കുകയും ഒക്കെ ചെയ്യും. ഈ ഗുരുദ്വാരകളിൽ ഏത് സമയത്ത് ചെന്നാലും നമുക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കിട്ടും. ഈ ഭക്ഷണത്തിന് ഇവർ ലങ്കർ എന്നാണ് വിളിക്കുന്നത്. ഈ കട്ടാന സാഹിബ് ഗുരുദ്വാരയുടെ പുറത്ത് ഒരു വിശുദ്ധമായ മരമുണ്ട്. ഈ മരത്തിനെയും ഈ സിഖ് മത വിശ്വാസികൾ വളരെ പവിത്രമായിട്ടാണ് കാണുന്നത്. കാരണം ഇവരുടെ 6ാമത്തെ ആത്മീയ ഗുരുവായ ഗുരു ഹരിഗോവിന്ദ് 1630 കാലഘട്ടത്തിൽ ഈ സ്ഥലം സന്ദർശിക്കുകയും അന്ന് രാത്രി അദ്ദേഹത്തിൻ്റെ കുതിരയെ ഈ മരത്തിൽ കെട്ടിയെന്നുമാണ് ഇവരുടെ ഒരു വിശ്വാസം. ഒരു ഗുരുദ്വാരയ്ക്കുള്ളിൽ പീരങ്കികളോ? അതെ, കട്ടാന സാഹിബ് ഗുരുദ്വാരയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പീരങ്കികളാണിത്. ഈ സിഖ് വിശ്വാസികളുടെ വീരതയ്ക്കും രാഷ്ട്രസ്നേഹത്തിനുമൊക്കെ അങ്ങ് ബ്രിട്ടീഷ് ഭരണകാലത്തോളം ചരിത്രമുണ്ട്. അവരുടെ 10ാമത്തെ ആത്മീയ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ആണ് ആ കാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പും ആക്രമണങ്ങളും അഴിച്ചുവിട്ടത്. അന്ന് ഈ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഈ സിഖ് സൈന്യം ഉപയോഗിച്ച പീരങ്കികളാണിതെന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ ഗുരുദ്വാരയ്ക്കുള്ളിൽ വാളുകൾ, ചക്രം, കുന്തം തുടങ്ങിയ ആയുധങ്ങൾ പ്രദർശിപ്പിക്കുന്നത് ഇവരുടെ ഒരു പതിവാണ്. കാരണം ഈ സിഖ് വിശ്വാസത്തിൽ ആത്മീയതയ്ക്ക് മാത്രമല്ല ധൈര്യത്തിനും സ്ഥാനമുണ്ടെന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. ഗുരു ഗോവിന്ദ് സിംഗ് തന്നെ സ്ഥാപിച്ച ഖൽസ എന്ന പ്രസ്ഥാനം ആവശ്യമായാൽ ധർമ്മം സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യാമെന്നുള്ള ആശയമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ഗുരുദ്വാരയുടെ പുറത്ത് സാധാരണയായി ഉയർന്ന ഒരു കൊടിമരം നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നിഷാൻ സാഹിബ് എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇത് ഗുരുദ്വാരയുടെ ഒരു അടയാളമാണ്. പഞ്ചാബിൽ ചെന്നാൽ നമുക്ക് ഓരോ ചെറിയ ഗ്രാമത്തിൽ പോലും ഇതുപോലെയുള്ള ചെറുതും വലുതുമായ ഗുരുദ്വാരകൾ കാണാൻ സാധിക്കും. ഈ ഗുരുദ്വാരയിൽ ജാതി, മതം, വർഗം, സമ്പത്ത് എന്നിങ്ങനെ യാതൊരു വ്യത്യാസങ്ങളുമില്ല. എല്ലാവരും ഒരേ നിലത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ സിഖ് മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുരുദ്വാര എന്ന് പറയുന്നത് അവർക്ക് വെറും ഒരു ആരാധനാലയം മാത്രമല്ല, സമത്വം, സേവനം, സമൂഹ ജീവിതം എന്നിവയുടെ കേന്ദ്രങ്ങൾ കൂടിയാണ്. കട്ടാന സാഹിബ് ഗുരുദ്വാരയിൽ നിന്ന് ഞാൻ നേരെ പോയത് ഈ ലുധിയാന ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുരുദ്വാരയുണ്ട്. ഫൈനി സാഹിബ് ഗുരുദ്വാര എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഫൈനി സാഹിബ് ഗുരുദ്വാര സിഖ് മതത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ നാംദാരി വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രവും തീർത്ഥാടന സ്ഥലവുമാണ്. ഇത് ലുധിയാനയിലെ ഭൈനി അല എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ സ്ഥലം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പുകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ ഫൈനി സാഹിബ് ഗുരുദ്വാര വളരെ സുന്ദരമായിട്ടുള്ള വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ളൊരു ഗുരുദ്വാരയാണ്. വളരെ വലിയ ഗുരുദ്വാരയുമാണ്. അതുപോലെ നല്ല ശാന്തവും സമാധാനവുമായ അന്തരീക്ഷവുമാണ് ഇവിടെ. ഈ ഫൈനി സാഹിബ് ഗുരുദ്വാരയുടെയും ചരിത്രം 10ാമത്തെ ആത്മീയ ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗുമായി ബന്ധപ്പെട്ടതാണ്. അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മാച്ചിവാര കാടുകളിലേക്ക് യാത്ര ചെയ്തു.
ആ സമയത്ത് അദ്ദേഹം ഫൈനി സാഹിബിൽ എത്തുകയും ഇവിടെ വിശ്രമിക്കുകയും ചെയ്തു എന്നാണ് സിഖ് മതക്കാരുടെ വിശ്വാസം. മറ്റൊരു പ്രധാനപ്പെട്ട ഗുരുദ്വാരയായ ഭൈനി സാഹിബ് ഗുരുദ്വാരയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സത്ലജ് നദിയുടെ കരയ്ക്കാണ് ഈ ഭൈനി സാഹിബ് ഗുരുദ്വാര. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗുരുദ്വാരയാണിത്. ഇവിടെ ഉച്ചയ്ക്ക് നമുക്ക് ലങ്കർ കിട്ടും കഴിക്കാൻ. എല്ലാവർക്കും സൗജന്യമായിട്ട് ലങ്കർ കഴിക്കാൻ പറ്റും. സിഖ് മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് സമത്വത്തോടെ എല്ലാവരും ഒരുമിച്ച് നിലത്തിരുന്ന് ലങ്കർ കഴിക്കുക എന്നുള്ളത്. ഇവിടെ വരുന്ന ആർക്കും ഈ ലങ്കർ കഴിക്കാൻ കിട്ടും. ഗുരു ഗോവിന്ദ് സിംഗ് ഫൈനി സാഹിബിൽ എത്തിയ സമയത്ത് ക്ഷീണമകറ്റാൻ വേണ്ടി ഈ കിണറിലെ വെള്ളം കോരി കുടിച്ചു എന്നാണ് സിഖ് മതക്കാരുടെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇന്നും ഈ കിണർ ഒരു പുണ്യ സ്മാരകമായിട്ട് ഫൈനി സാഹിബിൽ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഈ ഫൈനി സാഹിബ് ഗുരുദ്വാരയുടെ അടുത്ത് സാമ്രാല എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ വളരെ പ്രശസ്തമായ ഒരു ശിവക്ഷേത്രം ഉണ്ടെന്നറിഞ്ഞു. എന്നാൽ പിന്നെ അവിടെയും കൂടി ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. മുക്തേശ്വർ മഹാശിവമന്ദിർ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഹിന്ദു വിശ്വാസപ്രകാരം വിവാഹശേഷം ശിവനും പാർവതിയും ഇവിടെ എത്തിയതായിട്ട് കരുതപ്പെടുന്നു. അതേപോലെ ഇവിടെ എത്തിയ ശേഷം ശിവനും പാർവതിയും താണ്ഡവ നൃത്തം നടത്തിയതായിട്ടും ഈ ജനത വിശ്വസിക്കുന്നു. അപ്പോൾ 2 ഗുരുദ്വാരകളും ഒരു ക്ഷേത്രവും സന്ദർശിച്ച് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ.